ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനു സ്ത്രീകലയും കൊടുത്ത കള്ളക്കേസിന്റെ പ്രതി നമ്മുടെ ദേവമംഗലത്തുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് അനന്തനും അതുപോലെ തന്നെ അച്യുതനും ധർമ്മനും എല്ലാവരും ദേവമംഗലത്തിന് അനുകൂലമായ രീതിയിലാണ് മൊഴി കൊടുക്കുന്നത്. അത് മാത്രമല്ല, ആനന്ദിന്റെ കയ്യിലെ തെളിവുകൾ, ഉദയഭാനു കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ആനന്ദം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർക്ക് സത്യാവസ്ഥ ബോധ്യപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഗുരുതരമായ ആരോപണങ്ങളാണ് ദേവമംഗലത്തുകാർക്കെതിരെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, അതൊന്നും കൂടാതെ കുഞ്ഞിനെ അവർക്ക് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുരുതരമായ കുറ്റങ്ങൾ അവർക്കെതിരെ ഉള്ളതുകൊണ്ട് തന്നെ CIക്ക് ബോധ്യപ്പെട്ടെങ്കിൽ പോലും CI പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ തൽക്കാലം വീട്ടിലേക്ക് വെറുതെ വിടാനായിട്ട് സാധിക്കില്ല. കേസ് രജിസ്റ്റർ പോയതാണ്, അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ജയിലിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും എന്ന് പറയാം. കാരണം ഇന്നൊരു രാത്രി ഇവിടെ നിങ്ങളെ വെച്ചുകൊണ്ടിരിക്കാനും സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് കേൾക്കുന്ന ഗോമതി ഉൾപ്പെടെയുള്ളവരെല്ലാം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അനുശ്രീക്കും മിത്രയ്ക്കും ഇവരോടൊപ്പം വീട്ടിലേക്ക് പോകാം, ബാക്കിയുള്ളവര് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാൻ കേട്ടോ. ഗോമതിയാകെ തകർന്നു പോവാണ് കേട്ടോ. ഒരു ദിവസമെങ്കിൽ പോലും ജയിലിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ഗോമതിക്ക് അതൊരു രീതിയിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ഗോമതി തന്നെയാണല്ലോ ഉള്ളൂ. അതേസമയം ബാക്കിയുള്ളവരെല്ലാം ഒരുമിച്ചുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആകെ തകർന്നു പോവാണ്. അപ്പം എല്ലാവരും ഗോമതിക്കും അതുപോലെ ദേവമംഗലത്തുള്ളവർക്ക് വേണ്ടി വീണ്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ CI മേഡം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഭാഗത്തെ ന്യായം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ നാളെ കോടതിയിൽ നിന്ന് ഇനി ഇവർക്ക് ജാമ്യം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ എൻ്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേസാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അനുശ്രീയും മിത്രയായിട്ട് ആനന്ദനും അച്യുതനും ഒക്കെ കൂടി തിരികെ പോകാനായിട്ട് ഒരുങ്ങുക. ഇതേസമയം നമ്മുടെ മീനും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ മിത്രയാണ് പോകാൻ പോലും കൂട്ടാക്കില്ല ആരിനെ വിട്ടിട്ട്. അതുപോലെ തന്നെയാണ് അനുവിൻ്റെ കാര്യവും. അപ്പം ധർമ്മനാണെങ്കിൽ ഒരു വിധത്തിൽ അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് ദേവമംഗലത്തേക്ക് മടങ്ങി പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. ഇതേസമയം അനന്തനും അച്യുതനും തൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഗോമതിക്ക്. തനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം തൻ്റെ ഏട്ടന്മാര് ശത്രുത മറന്ന് തങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നല്ലോ എന്നുള്ള നന്ദി ഗോമതിയുടെ കണ്ണുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കുക. അവിടെ അപ്പം ദേവിയെയും ഹാജരാക്കണമെന്ന് പോലീസുകാർ ഉദയഭാനുവിനോടും ശ്രീകലയോടും പറയുന്നുണ്ട്. അങ്ങനെ കേസ് കോടതിയിൽ വിധിക്കാണ് കേട്ടോ. ഇതേ സമയം കോടതിയിലേക്ക് നമ്മുടെ ദേവിയായിട്ട് ഉദയഭാനു ശ്രീകലയും വരുമ്പം അവിടെ തന്നെ മീനുവും മിത്രയും അനുവും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവിയെ കാണുമ്പം അവർക്കൊക്കെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ദയോ കാരുണ്യമോ ഒന്നും ഇപ്പം അവരുടെ കണ്ണുകളിൽ കാണാനില്ല. തൻ്റെ ഇടത്തോടുള്ള വെറുപ്പാണ് ആ കണ്ണുകളിലെല്ലാം കാണാൻ കഴിയുന്നത്. ദേവി ശരിക്കും തകർന്നു പോവാണ്. എന്നെ എല്ലാവരും വെറുത്തുപോയി. അച്ഛനും അമ്മയും വീണ്ടും തന്നെ ഇത്രയും വലിയൊരു കുഴിയിൽ കൊണ്ട് ചാടിച്ചല്ലോ എന്നുള്ള ചിന്ത ദേവിയെ ശരിക്കും തകർത്ത് കളയുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട്, ദേവിയെടുത്തേക്ക് നമ്മളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? ഏടത്തിയെ എത്ര കാര്യമായിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്, എന്നിട്ട് പോലും. അപ്പം മീനു പറയുന്നുണ്ട്, ഏടത്തി ഒന്നും മനഃപൂർവ്വമായിരിക്കില്ല. ഏടത്തിയുടെ അച്ഛനും അമ്മയും കൊടുത്ത പരാതിയാണല്ലോ, അതിൽ പാവം ഏടത്തി എന്ത് ചെയ്യാനാ എന്ന് പറയാം. എനിക്കുറപ്പാ നമുക്ക് അനുകൂലമായി കോടതിയിൽ ഏടത്തി സംസാരിക്കൂ. നമുക്കെതിരെ ഒന്നും പ്രവർത്തിക്കാൻ ഏടത്തിക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അത്രയും ദുഷ്ടയല്ല ഏടത്തി. നമ്മളെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും ഏടത്തി എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് മീനും മിത്രയോടും അനുവിനോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എങ്കിലും മിത്ര ചോദിക്കുന്നുണ്ട്, ഏടത്തിക്ക് അച്ഛനും അമ്മയോടും ഒപ്പം നിൽക്കാൻ എങ്ങനെ സാധിച്ചു മീനു ചേച്ചി എന്ന് പറയാം. ഏടത്തി മനഃപൂർവ്വമായിരിക്കില്ല, ആ വീട്ടുകാർ കുടുക്കിയതാവും എന്ന് പറയണ. എല്ലാം നല്ലതുപോലെ വന്നാൽ മതി. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ മീനു ചേച്ചി, ഇനി ആനന്ദേട്ടൻ അല്പമെങ്കിലും ഏടത്തെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു, അതോ ഇതിൻ്റെ കൂടെ ഏടത്തോടുള്ള ദേഷ്യവും വൈരാഗ്യവും ആനന്ദേട്ടൻ്റെ മനസ്സിൽ കൂടുമല്ലേ ഉള്ളൂ. ഇനി അവർ തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു ചാൻസ് പോലും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഏടത്തിയുടെ അച്ഛനും അമ്മയും ചെയ്തത് വിഡിത്തമല്ലേ? സ്വന്തം മകളുടെ ജീവിതം അവർ വലിയ ഇരുട്ടിലേക്ക് തള്ളിവിടുവല്ലേ ചെയ്തത് എന്ന് പറയാം. അത് കേൾക്കുന്ന മീനു പറയും, അതിന് ബോധമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അല്പമെങ്കിൽ വിവരം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം അവർ ചെയ്തു വെക്കുമായിരുന്നോ? അവർക്ക് അവരുടെ കാര്യം എങ്ങനെയും നടന്നെന്ന് കിട്ടണം. നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തിയിട്ടാണെങ്കിലും ഏടത്തിയെ എങ്ങനെയും ദേവമംഗലത്തെത്തിക്കണം. അത് മാത്രമേ അവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം. അതിനിടയിൽ കിടന്ന് പിടയുന്ന ഏടത്തിയുടെ മനസ്സോ, അങ്ങനെ ആനന്ദേട്ടനെ ഏടത്തെ കൂട്ടിക്കൊണ്ടു വന്നാൽ ആ ദേവേടത്തിൻ്റെ ജീവിതം പിന്നെ എന്താകുമെന്നൊന്നും അവർ ചിന്തിക്കുന്നേയില്ല. സ്വന്തം മകളുടെ ജീവിതത്തെപ്പറ്റി അവർക്ക് യാതൊരുവിധ കൺസേണും ഇല്ല. എങ്ങനെയും മക്കളെ ഒഴിവാക്കണം, അതുമാത്രമേ അവർക്കുള്ളൂ. എന്തൊരു നീചരായ പേരൻസാ എന്ന്
മീനും പറയാൻ കേട്ടോ. ഇതേ സമയം അനു ചോദിക്കുന്നുണ്ട്, ഇന്ന് അച്ഛനെ അമ്മയെ ഏട്ടന്മാരെ എല്ലാം വെറുതെ വിടുവായിരിക്കും അല്ലേ എടുത്തി എന്ന് ചോദിക്കാം. നീ സങ്കടപ്പെടാതെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മളിന്ന് അവരെ ആയിട്ടേ ഈ കോടതിയിൽ നിന്ന് പോകുള്ളൂ എന്ന് പറയാം. ഇതേ സമയം അനന്തനും അച്യുതനും ധർമ്മനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം 3 പേർക്കും ധൈര്യം പകർന്ന് ധർമ്മൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം മാമൻ്റെ ഈ തുണ അവർക്ക് അത്രയധികം ആശ്വാസമാകുന്നുണ്ട് കേട്ടോ. ധർമ്മൻ അവരുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് അത്രയേറെ സമാധാനമാണ്. ഇതേ സമയം കോടതിയിൽ കേസ് വിളിച്ചു കഴിയുമ്പം നമ്മുടെ കോടതിയിൽ ആനന്ദനെയും അച്യുതനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ദേവമംഗലത്തുള്ളവർക്ക് അനുകൂലമായി തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. അതിനു മുന്നേ തന്നെ പോലീസുകാർ ദേവമംഗലത്ത് പരിസരത്തുള്ള അയൽവക്കംകാരോടെല്ലാം ആനന്ദിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും ദേവമംഗലത്തുള്ളവരെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാം ബാലനെയും കുടുംബത്തെയും പറ്റി നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. തങ്കംപെട്ട ഒരു സ്വഭാവമുള്ള ചെറുപ്പക്കാരനെ ആനന്ദെന്നും ആനന്ദിനെ പോലെ ഒരു പയ്യനെ ഭർത്താവായി കിട്ടിയത് ശ്രീദേവിയുടെ ഭാഗ്യമാണെന്ന് പോലുമാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ബോധ്യപ്പെടുന്നുണ്ട് ദേവമംഗലത്തുള്ളവരുടെ നിരപരാധിത്വം. എന്നാൽ ദേവിയുടെ വക്കീലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഉറച്ചു നിന്ന് തന്നെയാണ് വാദിക്കുന്നത്. അതിനുശേഷം ദേവിയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ കുട്ടി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് തൻ്റെ അച്ഛനും അമ്മയും എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് പോലും ദേവിക്ക് അറിയില്ല. ദേവി പറയുന്നുണ്ട്, എനിക്കറിയില്ല, എനിക്ക് ആകെ ഒന്നേ അറിയുള്ളൂ, എനിക്ക് ദേവമംഗലത്തേക്ക് മടങ്ങിപ്പോണം, എൻ്റെ ആനന്ദേട്ടനോടൊപ്പം എനിക്ക് ജീവിക്കണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒരു പ്രശ്നവും എനിക്കില്ല, എന്നോട് എല്ലാവരും ക്ഷമിച്ച് എന്നെ സ്വീകരിച്ചാൽ മാത്രം മതി എന്ന് ദേവി കരഞ്ഞുകൊണ്ട് പറയണം. അപ്പം ദേവിയുടെ അങ്ങനെയുള്ള ഒരു മറുപടി കേൾക്കുമ്പം ജഡ്ജി പോലും ചോദിക്കുന്നുണ്ട്, കുട്ടി എന്താണ് ഇങ്ങനെ പറയുന്നത്, വക്കീൽ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുക. കുട്ടിക്ക് ആ വീട്ടിൽ ഗാർഹിക പീഡനത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ടോ? ഈ നിൽക്കുന്ന ബാലനും ഗോമതിയും കുട്ടിയുടെ ഭർത്താവ് ഉൾപ്പെടെ ആനന്ദ് ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ മാനസികമായും ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ദേവിയുടെ വക്കീൽ വന്ന് ചോദിക്കും, എൻ്റെ കക്ഷിയെ ഇവരെല്ലാവരും കൂടി ചേർന്ന് മാനസികമായി തളർത്താനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദേവി പറയുന്നുണ്ട്, എനിക്കവിടെ ഒരു രീതിയിലുള്ള ഉപദ്രവവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല, ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് എന്നോടൊന്ന് ക്ഷമിച്ച് എന്നെ ആ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോയാൽ മതി. പിന്നെ അപ്പം ഇവരെ കുട്ടിയെ അടിച്ചിറക്കിയെന്ന് പറയുന്നതും കള്ളമാണെന്നാണോ കുട്ടി പറയുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ആനന്ദേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് ദേവി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ദേവിയുടെ വായിൽ നിന്ന് വീഴുന്ന ചില കാര്യങ്ങളൊക്കെ ദേവമംഗലത്തുള്ളവർക്കെതിരായി വരുന്നുണ്ടെങ്കിൽ പോലും സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അപ്പം ദേവിയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ആനന്ദിന് ശരിക്കും ദേഷ്യം വരുന്നത്. അവളോട് തങ്ങളെന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് ദേവിയുടെ സംസാരം. സത്യത്തിൽ തൻ്റെ കുടുംബത്തെ മുഴുവനും ജയിലിലേക്ക് കയറ്റുന്ന ദേവി ആനന്ദ് വെറുത്തു പോവാണ്. ഇനി ഒരു പ്രതീക്ഷ പോലും തനിക്ക് ഇവളിലില്ല. ഇവളെ എന്നേക്കുമായി ഉപേക്ഷിക്കാന്നുള്ള തൻ്റെ തീരുമാനം ശരിക്കും ശരിയായതാണെന്ന് ഒന്നുകൂടി ഇവളും ഇവളുടെ കുടുംബവും കൂടി തെളിയിച്ചു എന്നാണ് മനസ്സിൽ ആനന്ദ് പറയുന്നത്. ഇതേ സമയം ദേവമംഗലത്തുള്ളവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കിട്ടുന്നുണ്ട്. അങ്ങനെ ജാമ്യം കിട്ടി അവർ പുറത്തു പോവാ. അപ്പോൾ തങ്ങൾ ചെയ്തതെല്ലാം ശരിക്കും മണ്ടത്തരമായി പോയി എന്ന് ശ്രീകലയ്ക്കും ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഉദയഭാനു ചോദിക്കുന്നുണ്ട്, ഇനി നമ്മുടെ മോളുടെ ജീവിതം എന്താകുമെന്ന് നിനക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുക. എന്താകാൻ, ഇവളെ എങ്ങനെയും ദേവമംഗലത്ത് എത്തിക്കണം, നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി, ദേവി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തിക്കുന്നതെന്നല്ലേ അവർ ചിന്തിക്കുക. ആനന്ദിൻ്റെ മനസ്സിൽ നമ്മുടെ മോളെ ഇനി വെറുക്കത്തേ ഉള്ളൂ, നീ ചെയ്തത്, നമ്മൾ എടുത്തു ചാടി ചെയ്തത് ശരിക്കും തെറ്റായിപ്പോയി ശ്രീകല എന്ന് പറയാം. മനുഷ്യ എല്ലാത്തിനും ഒന്നിച്ച് നിർത്തി പൊരിക്കാൻ പറ്റിയില്ലേ, അവരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജയിലിലിടാൻ പറ്റിയില്ലേ, എനിക്കിപ്പോഴാണ് സമാധാനമായേ. അന്ന് ആ മുറ്റത്ത് വെച്ച് അത്രയേറെ നമ്മളെ അപമാനിച്ച അവരെ ഇറക്കി വിട്ടത്. നമുക്കും ആത്മാഭിമാനം ഉണ്ടെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ട് കാണുമല്ലോ. ദേവിയെ അവർ കൊണ്ടുപോയില്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പെട്ടെന്ന് ദേവി അങ്ങോട്ട് വരിക. അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ, എല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി ദേവമംഗലത്തുള്ളവരെയൊക്കെ ജയിലിൽ കയറ്റി. എൻ്റെ അച്ഛനും അമ്മയും ആനന്ദേട്ടനും കൂടപ്പറപ്പുകളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും അവരിന്ന് ജയിലിൽ കയറേണ്ടി വേണ്ടത് നിങ്ങൾ ഒരാൾ കാരണമാണ്. ഇനി എൻ്റെ ജീവിതത്തിന് എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ വാശി ജയിക്കണമായിരുന്നു, അതിനെന്നെ നിങ്ങൾ ആയുധമാക്കി. ഇപ്പം വീണ്ടും എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയായി ഈ ദേവി. എന്നെ ആനന്ദേട്ടൻ നോക്കിയൊരു നോട്ടമുണ്ട്, ഇനി ആ മനുഷ്യൻ്റെ മുന്നിൽ തല ഉയർത്തി എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. എൻ്റെ ആനന്ദേട്ടനെയും എൻ്റെ കുടുംബത്തെയും ജയിലിൽ കയറ്റിയവളാക്കി മാറ്റിയില്ലേ നിങ്ങൾ എന്നെ, നിങ്ങൾക്ക് ഇപ്പം തൃപ്തിയായല്ലോ എന്ന് ചോദിക്കുക. മോളെ, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. എന്ത് വിചാരിച്ചില്ലെന്ന്, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദേവമംഗലത്തുള്ളവരുടെ നിങ്ങളുടെ വാശിയും ദേഷ്യവും തീർക്കണം, അതിനെന്നെ വീണ്ടും ഒരു ആയുധമാക്കി മാറ്റി. നിങ്ങൾക്കിപ്പോൾ സമാധാനം
അവസാനമായല്ലോ, ഇനി ആ വീട്ടിൽ എന്നെ ആരും ഒരു രീതിയിലും അംഗീകരിക്കാൻ പോകുന്നില്ല, ഇതായിരുന്നല്ലോ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്ന് ചോദിച്ച് ദേവി എങ്ങോട്ടിൽ നിന്നില്ലാതെ പോവാണ് കേട്ടോ. ദേവിക്ക് ശരിക്കും ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. തൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും നന്നാവില്ല, അറിഞ്ഞോ അറിയാതെയോ തന്നെയും ഈ ദുരന്തത്തിൽ കൊണ്ട് ഇട്ടു എന്നുള്ള ചിന്ത ദേവിയെ തകർത്ത് കളയാണ് കേട്ടോ. ഇതേ സമയം ഗോമതിയുടെ അടുത്തേക്ക് ചെന്ന് ഗോമതിയുടെ മാപ്പ് പറയണമെന്ന് ദേവിക്കുണ്ട്. ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗോമതി മുഖം തിരിച്ചു പോവാണ് ചെയ്യുന്നത്. ഗോമതിക്കും അറിയാം ദേവി തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഉദയഭാനു ശ്രീകലയാണ് ചെയ്യിപ്പിച്ചത്, എങ്കിൽ പോലും ദേവിയും അതിന് കൂട്ടു നിന്നല്ലോ എന്നൊരു ചിന്ത പോലും ഗോമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുക. ഇതേ സമയം അനന്തൻ്റെയും അച്യുതൻ്റെയും അടുത്തേക്ക് നമ്മുടെ ബാലൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് കൈകൾ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഒരാപത്ത് വന്നപ്പം എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത് നിങ്ങളാണ് എന്നും പറഞ്ഞ് അനന്തൻ്റെ കയ്യിൽ പിടിച്ച് ബാലൻ കരയാം. അപ്പോൾ ബാലൻ്റെ അവസ്ഥ കാണുമ്പം അച്യുതനും സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇടയിൽ എന്ത് ശത്രുതയുണ്ടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം കൂടെ നിൽക്കുക തന്നെ ചെയ്യും, ഇരു കുടുംബങ്ങളും എന്നും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ടാകും എന്ന് പറയണം. ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാലും ഇതുപോലെ തന്നെയല്ലേ നിങ്ങളും കൂടെ നിൽക്കുക. ഞങ്ങൾ അപ്പോഴത്തേക്കും പെട്ടെന്ന് അച്യുതൻ പറയും, ശത്രുതയൊക്കെ എന്നും ഉണ്ടാകും, ഇതിപ്പം എൻ്റെ പെങ്ങളും ഇത്രയും ഒക്കെ ഉൾപ്പെട്ട പ്രശ്നമായി പോയി, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സഹായിച്ചത് എന്ന് പറയണം കേട്ടോ. പക്ഷെ അച്യുതൻ്റെ ആ വർത്തമാനമൊന്നും ബാലൻ ചെവിക്കൊള്ളുന്നില്ല. ഒരുപാട് നന്ദിയോടെയാണ് അവരെ നോക്കുന്നത്. ഗോമതിയും നന്ദിയൊക്കെ രണ്ടുപേരോടും വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും സന്തോഷമാവാണ്, അവർക്ക് ജാമ്യം കിട്ടിയല്ലോ. അപ്പം നമ്മളിത് ഗോമതി ഈ കഥകളെല്ലാം പറയുന്നത് പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ കഥ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടായെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ദേവി പാവമാണ്, പക്ഷെ ചില സാഹചര്യങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിസ്സഹായോടുകൂടി അവർക്ക് നിൽക്കേണ്ടതായിട്ട് വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.